നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതും അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന നയം നടപ്പിലാക്കുന്നതുമായി ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഒരു നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ GST. അപ്പോൾ എന്താണ് GST? നിലവിൽ നമുക്കുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന് പറയുന്ന നയം നടപ്പിലാക്കുന്നതുമായി ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കിയ ഒരു നികുതി സമ്പ്രദായമാണ് GST. അപ്പോൾ പരോക്ഷ നികുതി സമ്പ്രദായം ഒന്ന് ചെറുതാക്കാനും അതുപോലെ തന്നെ ഒരു നികുതി രാജ്യത്ത് മൊത്തമായിട്ട് ഒരു നികുതി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കുറച്ചധികം ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നികുതി സമ്പ്രദായമാണ് എന്തെന്ന് പറയുന്നത് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ GST എന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ പുതുതായി നടപ്പിലാക്കിയ നികുതി പരിഷ്കാരം എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരെന്താണ്? GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ പുതുതായിട്ട് നടപ്പിലാക്കിയ നികുതി പരിഷ്കാരത്തിൻ്റെ പേരാണ് GST. GST അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? നമ്മൾ പറഞ്ഞു ചരക്ക് സേവന നികുതി എന്നാണ് GSTയെ അറിയപ്പെടുന്നത്. സമഗ്രമായ ഏക പരോക്ഷ നികുതിയാണ് എന്ത്? ചരക്ക് സേവന നികുതി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം, GST എന്ന് പറയുന്നത് സമഗ്രമായ ഏക പരോക്ഷ നികുതിയാണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ് അല്ലേ? അപ്പോൾ സമഗ്രമായ ഏക പരോക്ഷ നികുതിയാണ് GST അഥവാ ചരക്ക് സേവന നികുതി. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ നിലവിലുള്ള ഡ്യുവൽ GST ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത് ഡ്യുവൽ GST ആണെന്ന് കൂടി അറിഞ്ഞിരിക്കും. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സമഗ്രമായ ഏകപരോക്ഷ നികുതിയാണ് എന്ത്? ചരക്ക് സേവന നികുതി. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലവിലുള്ളത് ഒരു ഡ്യുവൽ GST സിസ്റ്റം ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ്, ഉൽപാദകൻ സേവനദാതാവ് ഉപഭോക്താവിന് നൽകുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ പ്രധാനത്തിനുമേൽ ചുമത്തുന്ന നികുതിയാണെന്ത്? GST. ശ്രദ്ധിക്കുക, ഉൽപാദകൻ സേവനദാതാവ് ഉപഭോക്താവിന് നൽകുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ പ്രധാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണെന്ത്? GST. ഓക്കെ, അപ്പോൾ ഉൽപാദകൻ അല്ലെങ്കിൽ സേവനദാതാവ് ഉപഭോക്താവിന് നൽകുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ പ്രധാനത്തിനുമേൽ ചുമത്തുന്ന ഒരു നികുതിയാണ് GST. GST ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ GST ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. GST ബിൽ ആദ്യമായിട്ട് ലോക്സഭ പാസ്സാക്കിയതെന്നാണെന്ന് അറിയാമോ? GST ബില്ല് ആദ്യമായിട്ട് ലോക്സഭ പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. അപ്പോൾ GST ബില്ല് ആദ്യമായിട്ട് ലോക്സഭ പാസ്സാക്കിയത് 2015 മെയ് 6-നാണെന്ന് അറിഞ്ഞിരിക്കുക. മെയ് 6-നാണ് ലോക്സഭാ ബില്ല് ആദ്യമായിട്ട് GST മേൽ പാസ്സാവുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, GST ബിൽ രാജ്യസഭാ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ അത് 2016 ഓഗസ്റ്റ് 3-നാണ്. ശ്രദ്ധിക്കണം, GST ബില്ല് രാജ്യസഭാ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ അതെന്നാണ് 2016 ഓഗസ്റ്റ് 3-നാണ് എന്നറിഞ്ഞിരിക്കുക. GST ബില്ല് ലോക്സഭാ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. അപ്പോൾ ഈ ഡേറ്റുകൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ GST ബില്ല് ആദ്യമായിട്ട് ലോക്സഭ പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ അത് 2015 മെയ് 6-നാണ് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ GST ബില്ല് രാജ്യസഭാ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3-നാണ്. എന്നാൽ GST ബില്ല് ലോക്സഭാ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് 8-നാണ്. അടുത്ത ഡേറ്റ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്. GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ 2016 സെപ്റ്റംബർ 8-നാണ് എന്നറിഞ്ഞിരിക്കുക. എന്നാണ് GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2016 സെപ്റ്റംബർ 8-നാണ് എന്നറിഞ്ഞിരിക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരത്തിൻ്റെ പേരാണെന്ത്? GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, അല്ലെങ്കിൽ GST ആണ്. അടുത്തത്
GST പാസ്സാക്കിയ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടന്ന ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 2017 ജൂൺ 30 മുതൽ ജൂലൈ 1 അർദ്ധരാത്രി വരെയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ GST പാസ്സാക്കിയ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടപ്പിലാക്കിയത് 2017 ജൂൺ 30 മുതൽ ജൂലൈ 1 അർദ്ധരാത്രി വരെയാണ് എന്നറിഞ്ഞിരിക്കുക. GST ഉദ്ഘാടനം ചെയ്ത തീയതി എന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30-നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു GST പാസ്സാക്കിയ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടത്തിയ ഡേറ്റ് ആണെന്ന് 2017 ജൂൺ 30. ജൂലൈ 1 അർദ്ധരാത്രി വരെ എന്തുണ്ടായിരുന്നു, ഈ ഒരു പ്രത്യേക സമ്മേളനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് എന്നായിരിക്കും, ആ GST ബില്ല് പാസ്സാക്കിയ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടന്നില്ലേ, ആദ്യ സമ്മേളനം നടന്ന ദിവസം തന്നെ അവരെന്ത് ചെയ്തു, ഈ GST ബില്ല് അങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തത്, വസ്തുക്കളുടെ ഉൽപ്പാദനം, വിൽപ്പന, സേവനം നൽകൽ എന്നിവയിന്മേൽ ചുമത്തിയിരുന്ന നിരവധി ചരക്ക് സേവന നികുതികൾക്ക് പകരമാണ് എന്ത് ചെയ്യുന്നത്, GST നടപ്പിലാക്കിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വസ്തുക്കളുടെ ഉൽപ്പാദനവും വിൽപ്പനയും സേവനത്തിനും മേലൊക്കെ ഇതിനു മുന്നേ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ അല്ലെങ്കിൽ പരോക്ഷ നികുതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവയ്ക്ക് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരൊറ്റ നികുതി കൊണ്ടുവരുന്നത്, അതിൻ്റെ പേരാണ് GST. ഓക്കെ അല്ലേ? അടുത്ത്, വിപുലമായതും വേഗത്തിൽ വളരുന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ രാജ്യത്താകമാനം നികുതി തുല്യത, മൂല്യവർദ്ധിത നികുതിയുടെ തത്വങ്ങൾ എല്ലാ സേവനങ്ങൾക്കും മേൽ വ്യാപിപ്പിക്കുക തുടങ്ങിയ ഉറപ്പാക്കലാണ് GSTയിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് GSTയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്താണ്? വേഗത്തിൽ വളരുന്നതുമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനം എന്ത് ചെയ്യുക, നികുതി തുല്യത കൊണ്ടുവരിക, മൂല്യവർദ്ധിത നികുതിയുടെ തത്വങ്ങൾ എല്ലാ സേവനങ്ങൾക്ക് മേലും വ്യാപിപ്പിക്കുക തുടങ്ങിയവ ഉറപ്പാക്കലാണ് എന്ത്, GSTയുടെ ശ്രമിക്കുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, GST നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2017 ജൂലൈ 1-നാണ് കേട്ടോ. 2017 ജൂലൈ 1-നാണ് നമ്മുടെ GST നിലവിൽ വരുന്നത്. GST ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജിയും കൂടിയാണ് അല്ലേ. അപ്പോൾ 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വരുന്നത്. ഉദ്ഘാടനം ചെയ്തത് പ്രണബ് കുമാർ മുഖർജിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമാണ്. ക്ലിയർ അല്ലേ? അടുത്തത്, ഇന്ത്യയിൽ പ്രഥമ GST ഡേ ആയി ആചരിക്കുന്നത് എന്നു ചോദിച്ചാൽ അത് 2018 ജൂലൈ 1 മുതലാണ് എന്ത് ചെയ്യുന്നത്, പ്രഥമ GST ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ജൂലൈ 1 GST ഡേ കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ പ്രഥമ GST ഡേ ആയിട്ട് ആചരിച്ചത് എന്ന് ചോദിച്ചാൽ 2018 ജൂലൈ 1 മുതലാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിലവിലുള്ള മാതൃക എന്ന് പറയുന്നത് എന്താണ്, ഡ്യുവൽ GST മോഡലാണ് അല്ലേ. ഇന്ത്യയിൽ നിലവിലുള്ള GSTയുടെ മോഡൽ ചോദിച്ചാൽ അത് ഡ്യുവൽ GST മോഡലാണ്. എന്താണ് ഡ്യുവൽ GST എന്ന് പറഞ്ഞാൽ, കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ GST ചുമത്തുന്നതിനെയാണ് ഇരട്ട GST അല്ലെങ്കിൽ ഡ്യുവൽ GST എന്ന് പറയുന്നത്. നമുക്കറിയാം SGST ഉണ്ട്, SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് GST ഉണ്ട്, CGST ഉണ്ട് അല്ലേ, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. അപ്പോൾ രണ്ട് നികുതി നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ GST ചുമത്തുന്നതിനെയാണ് ഇരട്ട GST എന്ന് പറയുന്നത്. ഇന്ത്യയെ കൂടാതെ ഇരട്ട GST നിലവിൽ ഉള്ള രാജ്യമാണ് കാനഡയും അതുപോലെ തന്നെ ബ്രസീലും. അപ്പോൾ ഇന്ത്യയെ കൂടാതെ ഇരട്ട GST നിലവിലുള്ള മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാനഡയും ബ്രസീലുമാണെന്ന് അറിഞ്ഞിരിക്കുക. GST എന്ന ആശയം ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് P. ചിദംബരമാണ് കേട്ടോ. P. ചിദംബരം 2005-ലാണ് എന്ത് ചെയ്യുന്നത്, GST എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് P. ചിദംബരമാണ്. GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ എന്താണ്, മദ്യവും പെട്രോളുമാണ് അല്ലേ. ഇതൊക്കെയാണല്ലോ നമ്മുടെ ആൾക്കാർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. അപ്പോൾ മദ്യവും പെട്രോളുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സാധനങ്ങളാണ് മദ്യവും പെട്രോളും. GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം അസമാണ് കേട്ടോ. GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അസമാണെന്ന് അറിഞ്ഞിരിക്കുക. GST ബില്ല് പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്, ബീഹാറാണ്. GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം അസവും രണ്ടാം സംസ്ഥാനം ബീഹാറുമാണെന്ന് അറിഞ്ഞിരിക്കുക. GST ബില്ല് പാസ്സാക്കാൻ 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു. GST ബില്ല് പാസ്സാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അനുമതി വേണമായിരുന്നു, 16 സംസ്ഥാനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതിൽ 16ാമതായിട്ട് അംഗീകരിച്ച സംസ്ഥാനം ഏതാണ്, ഒഡീഷയാണ്. GST ബില്ല് പാസ്സാക്കാൻ ടോട്ടൽ നമുക്ക് 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. അതിൽ 16ാമത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 15 കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. GST നമ്പറിലെ 16 സംസ്ഥാനങ്ങളുടെ അനുമതി വേണം, 15 അക്കങ്ങളാണുള്ളത്. GST ബില്ലിൽ 15 അക്കങ്ങളാണുള്ളത്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ചോദിച്ചാൽ അത് 101ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. പാർലമെന്റിൽ 122ാമത് ഭേദഗതി ബില്ലായിട്ട് 122ാമത് ഭേദഗതി ബില്ലായിട്ട് അവതരിപ്പിച്ചുവെങ്കിലും രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി 101ാം ഭേദഗതിയായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ
ഭേദഗതി ചോദിച്ചാൽ 101-ാമത്തെയാണ്. 122-ാമതായിട്ടാണ് ഇത് അവതരിപ്പിച്ചതെങ്കിലും ഇത് ബില്ല് അല്ലെങ്കിൽ ഇത് രാഷ്ട്രപതി ഒപ്പുവെച്ച് ഭരണഘടനയിൽ ഭേദഗതിയായിട്ട് വന്നപ്പോഴത്തേക്കും ഇത് 101-ാമത്തെ ഭേദഗതിയായിട്ട് മാറി. അപ്പോൾ നമ്മുടെ GST കുറിച്ച് പറയുന്നത് 101-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് എന്നറിഞ്ഞിരിക്കുക. GST കൗൺസിൽ നിലവിൽ വന്ന ഡേറ്റ് ആണ് 2016 സെപ്റ്റംബർ 12. 2016 സെപ്റ്റംബർ 12-നാണ് GST കൗൺസിൽ നിലവിൽ വരുന്നത്. GST കൗൺസിലിന് അധ്യക്ഷനാരാണ്? എപ്പോഴും കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെയായിരിക്കും GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ. GST കൗൺസിലിൻ്റെ അധ്യക്ഷനാരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ് GST കൗൺസിലിൻ്റെ ആസ്ഥാനം. എന്നാൽ കേരളത്തിൽ GST കൗൺസിൽ അല്ലെങ്കിൽ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ GST ഭവൻ എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. GSTയുടെ അനുബന്ധ ഘടകമായിട്ടുള്ള എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ചെയർമാനാണ് KM മാണി. അപ്പോൾ GSTയുടെ അനുബന്ധ ഘടകമാണെന്ത്? എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസിൻ്റെ മിനിസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് KM മാണിയാണ്. 2016 രാജിവെക്കുകയും അതുപോലെ തന്നെ ഡോക്ടർ അമിത് മിശ്ര ചെയർമാൻ ആവുകയും ചെയ്തു. അപ്പോൾ KM മാണി 2016 പുള്ളിക്കാരൻ രാജിവെച്ചു. അതിനുശേഷം ഡോക്ടർ അമിത് മിശ്രയാണ് ചെയർമാനായിട്ട് വന്നത്. അപ്പോൾ GSTയുടെ ഒരു അനുബന്ധ ഘടകമാണ് എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. അതിൻ്റെ ചെയർമാനാണ് KM മാണി. പുള്ളിക്കാരൻ 2016 രാജിവെച്ചു. അതിനുശേഷം ഡോക്ടർ അമിത് മിശ്ര എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. GSTയുടെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ അത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചനാണ് GSTയുടെ ബ്രാൻഡ് അംബാസഡർ. GST ഒരു പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണെന്ന് അറിഞ്ഞിരിക്കുക. GST എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ് GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ 279A ആണ് കേട്ടോ. അപ്പോൾ GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ അത് 279A ആണ്. GST കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റ് വകുപ്പുകൾ അപ്പോൾ 279A ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ 246A ഉണ്ട്, 269A ഉണ്ട്. അപ്പോൾ 246A, 269A, 279A, 46, 69, 79, 46, 69, 79 ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. 46, 69, 79. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണവും ഇത് A ആണ് കേട്ടോ. അപ്പോൾ ഈ 3 Aയുമാണ് എന്ത് ചെയ്യുന്നത്? GST കുറിച്ച് പ്രതിപാദിക്കുന്ന ബാക്കി വകുപ്പുകളാണ്. ഓക്കെ, അപ്പോൾ GSTയെ സംബന്ധിച്ച നിയമനിർമ്മാണ സഭ GSTയെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും അംഗീകാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 246A. അപ്പോൾ 246A എന്താണ് പറയുന്നത്? GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും അംഗീകാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം എന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ പാർലമെന്റിനും സംസ്ഥാന നിയമയ്ക്കും സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ അംഗീകാരം നൽകുന്ന അനുച്ഛേദമാണ് 246A. 246A എന്താണ് പറയുന്നത് മനസ്സിലായല്ലോ. അടുത്തത് IGST ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ആർട്ടിക്കിളാണ് 269A. ഓക്കെ, അപ്പോൾ IGST ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ആർട്ടിക്കിളാണ് 269A എന്ന് പറയുന്നത്. GSTയിലെ 3 നികുതികൾ ബാധകമാണ്. അപ്പോൾ GSTയിൽ പ്രധാനമായിട്ട് നമുക്ക് 3 നികുതികളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് CGST ഉണ്ട്, ഒന്ന് SGST ഉണ്ട്, ഒന്ന് IGST ഉണ്ട്. അപ്പോൾ ഇത് 3 എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ GSTയിൽ പ്രധാനമായിട്ടും 3 നികുതികൾ ബാധകമാണ്: CGST, IGST, അതുപോലെ തന്നെ SGST. ഓക്കെ, അപ്പോൾ എന്താണ് CGST എന്ന് പറഞ്ഞാൽ? SGST എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന നികുതിയാണ് അല്ലെങ്കിൽ GST ആണ് എന്ന് പറയുന്നത് SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന നികുതിയുടെ പേരാണ് സ്റ്റേറ്റ് GST അല്ലെങ്കിൽ SGST. സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി എന്ത് തന്നെയാണ്? സ്റ്റേറ്റ് GST തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് GST ആണ്. GST വരുന്നതിന് മുൻപ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്നത് വിൽപ്പന നികുതിയിലൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് എന്തിലൂടെയാണ്? SGSTയിലൂടെയാണ്. എന്നാൽ അതിന് മുന്നേ എന്തിലൂടെയായിരുന്നു? സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വിൽപ്പന നികുതിയിലൂടെയായിരുന്നു സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ നികുതി ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരു സംസ്ഥാനത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് ഇൻ്റഗ്രേറ്റഡ് GST അല്ലെങ്കിൽ IGST. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SGST നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് IGST ആണ് അല്ലേ? IGST ആണ്. അപ്പോൾ എന്താണ് IGST എന്ന് പറഞ്ഞാൽ? ഒരു സംസ്ഥാനത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതി. അപ്പോൾ കേരളത്തിന് തമിഴ്നാടിൻ്റെ മേലും അതുപോലെ തന്നെ കർണാടകയിലേക്കൊക്കെ സാധനം കയറ്റി വയ്ക്കണമെങ്കിൽ അതിനെന്തുണ്ട്? പ്രത്യേക നികുതിയുണ്ട്. അതിൻ്റെ പേരാണ് ഇൻ്റഗ്രേറ്റഡ് GST. ഓക്കെ, ഒരു സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ കൊടുക്കേണ്ട
ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് GST. എന്നാൽ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്ന അല്ലെങ്കിൽ പിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെൻറ് ആണ് കേട്ടോ. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നത് പിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര ഭരണപ്രദേശത്തെ സർക്കാരുകളും ചുമത്തിയിരുന്ന വിവിധ നികുതികൾ ആണ് സെസ്സുകൾ എന്നിവയ്ക്ക് പകരമുള്ള ഒറ്റ നികുതിയായിട്ടാണ് GST മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നേരത്തെ സെസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെസ് എന്ന് പറയുന്ന സാധനത്തിനൊക്കെ പകരം വന്നൊരു സാധനമാണ് എന്ത് GST അല്ലെങ്കിൽ സെസ് പോലുള്ള ഒരുപാട് നികുതികൾക്ക് പകരം വരുന്ന ഒരു ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത് GST. GSTക്ക് മുമ്പായി കേന്ദ്ര സർക്കാർ ചുമത്തിയിരുന്ന പ്രധാന നികുതികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, KKC, SBC പോലുള്ള സെസ്സുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നികുതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ടാണ് നിലവിലെ ഒറ്റ നികുതിയായിട്ട് GST വരുന്നത്. GSTക്ക് മുമ്പായിട്ട് സംസ്ഥാന സർക്കാർ ചുമത്തിയിരുന്ന നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാറ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ്, വിൽപ്പന നികുതി, പ്രവേശ നികുതി, അതുപോലെ തന്നെ ആഡംബര നികുതി ലക്ഷറി ടാക്സ്, അതുപോലെ തന്നെ ഒക്ട്രോയി, അതുപോലെ വിനോദ നികുതി, പരസ്യ ലോട്ടറി വാതുവയ്പ് എന്നിവയ്ക്കുള്ള നികുതി, വസ്തുക്കളിന്മേലുള്ള സംസ്ഥാനങ്ങളുടെ സെസ്, ഇങ്ങനെ ഒരുപാട് ടാക്സുകൾ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പകരമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റേറ്റ് GSTയും നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, 5 പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടാതെ മാറ്റി നിർത്തിയിട്ടുമുണ്ട്. മദ്യത്തിനുമേൽ വാറ്റ് ചുമത്തുന്നത് തുടരാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ വാറ്റിൽ നിന്നും അല്ലെങ്കിൽ വാറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് അനുമതി തന്നിട്ടുണ്ട്. പുകയില അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് GSTയും കേന്ദ്ര എക്സൈസ് തീരുവയും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മദ്യത്തിനും GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങൾക്കും എന്തുണ്ട്, GST ഉണ്ട്, കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയും കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ GST കീഴിലുണ്ടായിരുന്ന 5 നികുതി നിരക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറയുന്നത് 0%, 5%, 12%, 18%, 28%. ഓക്കെ, അപ്പോൾ 0, 5, 12, 18, 28. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടായിരുന്നത്, തുടക്കത്തിൽ GSTക്ക് കീഴിലുണ്ടായിരുന്ന 5 നികുതി നിരക്കുകളാണ് 0, 5, 12, 18, 28. 0, 5, 12, 18, 28. പ്രധാനമായിട്ടും 5 സ്ലാബുകൾ കൂടാതെ വജ്രങ്ങൾ, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയ്ക്ക് യഥാക്രമം 1.5%, 3% എന്നിവ ബാധകമാണ് കേട്ടോ. അപ്പോൾ GSTക്ക് നമുക്ക് 5 സ്ലാബുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനാണ് നമ്മൾ 5 സ്ലാബ് എന്ന് പറയുന്നത്. സ്ലാബ് 1 ആണ്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. അപ്പോൾ ഈ 5 സ്ലാബിന് കൂടാതെ നമ്മുടെ വജ്രത്തിനും അതുപോലെ തന്നെ വജ്ര ആഭരണങ്ങൾക്കും വിലപിടിപ്പുള്ള ലോഹങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വജ്രാഭരണങ്ങൾക്ക് 1.5%, ലോഹങ്ങൾക്ക് 3% എന്തുണ്ട്, GST നിലവിൽ ഉണ്ട്. ഇപ്പോൾ നിലവിലുള്ള പ്രധാനമായിട്ട് 4 സ്ലാബുകൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് നിലവിലുള്ളത് 4 സ്ലാബുകളാണ്. ഒന്നെന്ന് പറയുന്നത് 5, 2 എന്ന് പറയുന്നത് 12, 3 എന്ന് പറയുന്നത് 18, 4 എന്ന് പറയുന്നത് 28 കേട്ടോ. അപ്പം നേരത്തെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ, നേരത്തെ 0 ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തില്ല, 0 ഇല്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു, 5, 12, 18, 28 എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനിയാണ് കാസിയോ. ഒക്കെ നമുക്കറിയാം, നമ്മുടെ കാൽക്കുലേറ്ററൊക്കെ കാസിയോയുടെ ആണല്ലേ. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനിയാണ് കാസിയോ എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ GSTയും മറ്റ് നികുതി സേവനങ്ങളും മികവുറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിനായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രോജക്റ്റ് സാക്ഷം. അപ്പോൾ എന്താണ് പ്രോജക്റ്റ് സാക്ഷം? GST മറ്റ് നികുതി സേവനങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ മറ്റ് നികുതി സേവനങ്ങളും മികവുറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിനായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് സാക്ഷം. അപ്പോൾ എന്താണ് GST എന്നും GSTയിലെ പ്രധാനപ്പെട്ട സ്ലാബുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഏതൊക്കെ സാധനങ്ങൾ GSTക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഏതൊക്കെ ടാക്സുകളാണ് ആദ്യം ഇവർ ചെയ്തത്, എന്താണ് CGST, SGST, IGST, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആർട്ടിക്കിളുകൾ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മിനിസ്റ്റേഴ്സ്, കേന്ദ്ര അതിൻ്റെ ആസ്ഥാനങ്ങൾ, ഇവയെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഫലപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പുതിയ ക്ലാസ്സുകളും ടോപ്പിക്കുകളും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.